ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ടവരെല്ലാം യോഹന്നാൻ യോർദാൻ നദിയിലെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുകയായിരുന്നു. വെള്ളത്തിന് ശരീരത്തിൽ അഴുക്ക് കഴുകാൻ മാത്രമേ കഴിയൂ എന്നുള്ളത് സത്യമാണ്. മറിച്ച് ആത്മീയമായ പ്രയോജനമൊന്നും നൽകുന്നില്ല. സ്നാപക യോഹന്നാൻ എന്താണ് ചെയ്തത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനും ശുശ്രൂഷകൾക്കുമായി അവൻ ജനങ്ങളെ ഒരുക്കുകയായിരുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് മനുഷ്യന് സാധ്യമാകുന്നു. പാപിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.